ചെറിയ തോതിലുള്ള ഒരു ആശങ്ക വർദ്ധിപ്പിച്ചത് ഇന്നലത്തെ മാനവീയത്തിലെ സംഘർഷം തന്നെയാണ്. ഉമേഷ് കഴിഞ്ഞ ഇതിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ തവണയും ആഘോഷം നടക്കുമ്പോൾ ഇപ്പോൾ ഒരു ആഘോഷങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രമായി മാറുന്നത് മാനവീയം വീഥിയാണ്. നൈറ്റ് ലൈഫിനായി തുറന്നു കൊടുത്തതിന് ശേഷം തുടർച്ചയായി അക്രമ സംഭവങ്ങൾ മാനവീയം വീഥി കേന്ദ്രീകരിച്ച് ഉണ്ടാവുകയാണ്. ഇന്നലെ രാത്രിയും ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ ഒരു അക്രമ സംഭവത്തിലേക്ക് എത്തുന്നു. പോലീസിന് നേരെ ഉൾപ്പെടെ ഇവിടെ എത്തിയ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് എത്തിയ ആളുകൾ അക്രമം അഴിച്ചുവിട്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ 4 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ASI ഉൾപ്പെടെ ഉള്ളവരെ ആക്രമിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും അറിയാം പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ മാനവീയം വീഥി കേന്ദ്രീകരിച്ച് തുടർച്ചയായി നടക്കുകയാണ്. അതിൽ നിരവധി പോലീസുകാർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലും പരിക്കേറ്റിരുന്നു. ഇന്നലെ നടന്ന സംഭവത്തിലും അത്തരത്തിൽ ASI ഉൾപ്പെടെ ഉള്ളവർക്ക് പരിക്കുണ്ട്. എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള മോട്ടീവുമായി വന്നവരാണോ ഇവർ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തലസ്ഥാന വീഥികളിൽ പല മേഖലകൾ കേന്ദ്രീകരിച്ചും ദിവസങ്ങളായി തുടങ്ങിയ ആഘോഷമാണ്. ക്രിസ്മസിന്റെ ആഘോഷമുണ്ട്, ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളുണ്ട്, നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്യാൻ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ തലസ്ഥാനത്തെ പുതുവത്സര ക്രിസ്മസ് ആഘോഷങ്ങളുടെ കാര്യങ്ങളൊക്കെ വിലയിരുത്താൻ ചില യോഗങ്ങളൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ മാനവീയമൊപ്പം ബീച്ച് കേന്ദ്രീകരിച്ചുള്ള പ്രദേശങ്ങളിലൊക്കെ ആഘോഷങ്ങളിൽ എത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം, അവിടെ പോലീസിൻ്റെ സാന്നിധ്യമൊക്കെ ഉറപ്പാക്കിയിരുന്നു. മാത്രമല്ല ഈ മാനവീയം വീഥി സ്ഥിരമായി കഴിഞ്ഞ കുറേ നാളുകളായി പരിശോധിച്ചാൽ സ്ഥിരമായി ഇത്തരം ആഘോഷ രാവുകളിലൊക്കെ സാധാരണ ആഘോഷമുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ അവിടെ സംഘർഷത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ പോലീസ് ഒരു മുന്നൊരുക്കം അവിടെ പൂർത്തിയാക്കിയിരുന്നില്ലോ? നമുക്ക് പോകുമ്പോൾ കാണാം അവിടെ പലപ്പോഴും പോലീസിൻ്റെ വലിയൊരു സാന്നിധ്യമൊക്കെ കാണാറുണ്ട്. ഇന്നലെ അത് ഉണ്ടായില്ല. എന്താണ് സംഭവിച്ചത്? ഉമേഷ്, അവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഉമേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രത്യേക യോഗങ്ങൾ തലസ്ഥാനത്ത് ചേർന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ബീച്ചുകൾ കേന്ദ്രീകരിച്ച് ആഘോഷങ്ങൾ ശക്തമാകാറുണ്ട്. ഒപ്പം ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചും ആഘോഷം ഉണ്ടാകാറുണ്ട്. കൂടുതൽ ആളുകൾ വരാനുണ്ട്. ഈ സാഹചര്യത്തിൽ പ്രത്യേക സുരക്ഷയൊക്കെ തന്നെ ഒരുക്കിയിരുന്നു. അതുമാത്രമല്ല, മാനവീയത്തിൽ ഈ ഒരു നൈറ്റ് ലൈഫ് ആരംഭിച്ചത് മുതൽ തന്നെ അവിടെ നൈറ്റ് പെട്രോളിങ്ങും പോലീസിന്റെ എയ്ഡ് പോസ്റ്റും അവിടെ നൽകിയതുമാണ്. പക്ഷേ ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ പോലീസിന് നേരെ അതിക്രമം അഴിച്ചുവിടുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആഘോഷങ്ങൾക്ക് വന്ന ആളുകൾ എന്ത് കാരണം എന്നുള്ളത് ഔദ്യോഗികമായി ഇപ്പോഴും നമുക്ക് വ്യക്തമല്ല. എങ്കിൽ പോലും അവിടെ അക്രമം തുടങ്ങുന്നു. പോലീസ് അതിനെ നേരിടാൻ ശ്രമിക്കുമ്പോൾ പോലീസിന് നേരെ വലിയ രീതിയിലുള്ള കയ്യാങ്കളിയിലേക്കും ഒപ്പം തന്നെ പോലീസിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ 4 പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. തിരുവനന്തപുരം സ്വദേശികൾ തന്നെയാണ് 4 പേരും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തെങ്കിലും പ്രത്യേക ലക്ഷ്യമായിട്ട് എത്തിയവരാണോ എന്നുള്ളതും അവിടെ പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പാതിരാത്രിയിലൊക്കെ തന്നെ അവിടെ നിരവധി ആളുകൾ ഉണ്ടാകാറുണ്ട്. സമാധാന അന്തരീക്ഷമായി പോകുന്ന ദിവസങ്ങളുമുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള തിരക്കുള്ള ദിവസങ്ങളിൽ മിക്കപ്പോഴും അത് അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടോ, മതിയായ പോലീസ് അവിടെ ഉണ്ടായിരുന്നില്ലയോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ പരിശോധിക്കുകയാണ്. നമ്മൾ ശേഖരിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ളൊരു വീഴ്ച സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം സമാധാനപരമായ ആഘോഷങ്ങളിൽ പങ്കെടുത്ത ഒരു ഭാഗം ആളുകൾ ഒരു ഭാഗത്തുണ്ട്, ഇത്തരത്തിൽ അക്രമം അഴിച്ചുവിടാൻ എത്തിയ ആളുകൾ മറ്റൊരു ഭാഗത്തുണ്ട്. ഇവരെ നിയന്ത്രിക്കുന്നതിലും ആൾക്കൂട്ടം നിയന്ത്രിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പോലീസിന്റെ റിപ്പോർട്ടിലടക്കം പറഞ്ഞിരുന്നു 11:00-ക്ക് ശേഷം അവിടെ എത്തുന്നവർ ആരൊക്കെയാണ്, എന്തൊക്കെ കലാപരിപാടികൾ അവിടെ നടക്കുന്നുണ്ട്, അതിന് എന്തൊക്കെ മാനദണ്ഡങ്ങൾ പാലിക്കണം, മൈക്ക് ഉപയോഗിക്കുന്നതിന് ഒപ്പം തന്നെ അവിടെ ആൾക്കൂട്ടം ഉണ്ടാകുന്നതിന് ഒരു നിയന്ത്രണം വേണം എന്നുള്ളതായിരുന്നു അന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ റിപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ റിപ്പോർട്ടൊക്കെ തന്നെ കാറ്റിൽ പറത്തിക്കൊണ്ടാണോ ഇന്നലത്തെ ആഘോഷങ്ങൾ അവിടെ നടന്നത് എന്നുള്ളത് ഒരു പക്ഷെ വരും മണിക്കൂറിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ അത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതര വീഴ്ചയായി കാണേണ്ടിയിരിക്കുന്നു. കാരണം എവിടെ നിന്നൊക്കെ ആളുകൾ വരുന്നു എന്നുള്ളതിൽ ഔദ്യോഗികമായ ഒരു കണക്ക് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ സൂക്ഷിക്കാനോ ഇപ്പോഴും മാനവീയം വീഥി കേന്ദ്രീകരിച്ചുള്ള നൈറ്റ് പെട്രോളിംഗ് നടത്തുന്ന പോലീസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത്തരത്തിൽ സമാധാനപരമായ ആഘോഷം നടത്തുന്നു അല്ലെങ്കിൽ സമാധാനപരമായി രാത്രി പാർട്ടികളിലൊക്കെ തന്നെ പങ്കെടുക്കുന്നവർക്ക് നേരെ ഏത് തരത്തിലുള്ള ആളുകളാണ് അവിടെ എത്തി പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ ക്രിസ്മസ് ദിനത്തിലും വളരെ സേനയ്ക്ക് തന്നെ വളരെയധികം മോശമുണ്ടാക്കുന്ന രീതിയിലൊരു പ്രവണതയായി മാറുകയാണ്. എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 പേർ കസ്റ്റഡിയിലാണ്. പോലീസ് ചികിത്സ തേടിയിട്ടുണ്ട്. മറ്റ് വിവരങ്ങൾ വരും മണിക്കൂറിൽ അറിയാൻ കഴിയുള്ളൂ. എന്തായാലും തലസ്ഥാനത്ത് നിലവിൽ ഈ ഒരു സംഭവം ഒഴിച്ചു നിർത്തിയാൽ ക്രിസ്മസ് ആഘോഷങ്ങളും പാതിരാ കുർബാനകളും പള്ളികളിലെ പ്രാർത്ഥനകളും ഒക്കെ തന്നെ സമാധാനപരമാണ്. ഈ തലസ്ഥാനത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾ, ഈ ആരാധനാലയങ്ങളിലെ ചടങ്ങുകളല്ലാതെ മറ്റ് എന്തെങ്കിലും ആഘോഷങ്ങളുണ്ടോ തലസ്ഥാനത്ത്?
ഉമേഷ്, നിലവിൽ സംസ്ഥാനത്തിന്റെ തലസ്ഥാന ജില്ലയാണ്. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾക്കൊപ്പം തന്നെയാണ് പുതുവത്സര ആഘോഷങ്ങളും ഒക്കെ തന്നെ തലസ്ഥാനത്ത് തുടങ്ങിയത്. അതിന്റെ തുടക്കമൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് രാത്രി ഇന്നലെ വൈകിട്ടോടു കൂടിയാണ് തിരുവനന്തപുരം കനകക്കുന്ന് മൈതാനിയിൽ, കനകക്കുന്ന് ഗ്രൗണ്ടിൽ പുഷ്പോത്സവത്തിന് കൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ്. പുതുവർഷം മുന്നിൽ കണ്ടുകൊണ്ട് കൂടുതൽ ആളുകളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടൊക്കെയാണ് ടൂറിസം വകുപ്പും ഒപ്പം തന്നെ നഗരസഭയും ഒരുമിച്ച് ഇത്തരത്തിലൊരു ആഘോഷത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയിൽ വിവിധ ക്ലബ്ബുകളുടെ ആഘോഷ വിരുന്നുകളുണ്ട്. വിവിധ സ്റ്റേജ് ഷോകൾ പല ഹോട്ടലുകളും കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് പുതുവർഷത്തെ വരവേൽക്കാൻ. അതിന് ഒരുങ്ങിക്കഴിഞ്ഞു തലസ്ഥാനം. ഒരു പക്ഷേ കൊച്ചിയിൽ നടക്കുന്ന കാർണിവലിന് സമാനമായ ആഘോഷങ്ങളോട് കൂടിയൊക്കെയാണ് ക്രിസ്മസ് മുതൽ ന്യൂ ഇയർ വരെയുള്ള ദിവസങ്ങൾ തലസ്ഥാന ജില്ലയിലുള്ളത്. പക്ഷേ മുൻ വർഷങ്ങളിൽ ഉള്ളതുപോലെയുള്ള ചില ആഘോഷങ്ങൾ ചില പള്ളികളൊന്നും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള CSI പള്ളിയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പുൽക്കൂടും കൂടാരവും ഒക്കെ ഉണ്ടാക്കി ആളുകളെ അങ്ങോട്ടേക്ക് സ്വീകരിക്കാനും അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും ആ കാഴ്ചകൾ കാണാനും ഒക്കെ തന്നെയുള്ള അവസരങ്ങൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ അതിനുള്ള ഒരുക്കങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ചെറിയ തോതിലൊക്കെയുള്ള ലൈറ്റിങ്ങും അതുമൊക്കെയായി വിവിധ പള്ളികൾ ആഘോഷത്തിന്റെ നിറവിലാണ്. പ്രത്യേകിച്ച് പാളയം പള്ളി, എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വെള്ളപ്പള്ളി, അതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അവിടുത്തെ ലൈറ്റിങ് കാണാനും ഒപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ കനകക്കുന്നിലെ ആഘോഷങ്ങൾക്കൊക്കെയായി മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ തന്നെ ആളുകൾ എത്താറുണ്ട്. എന്തായാലും വരും മണിക്കൂറിൽ ഈ മധുരമൊക്കെ വിതരണം ചെയ്ത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഭാഗമാകാനുള്ള തിരക്കിലാണ്. അതേസമയം തന്നെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി ഏറ്റവും തിരക്കുള്ള ദിവസങ്ങൾ കൂടിയാണ് തിരുവനന്തപുരം ജില്ലയ്ക്ക് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഒരു ഭാഗത്ത് ക്രിസ്മസ് ആഘോഷം, മറ്റൊരു ഭാഗത്ത് സമരങ്ങളും ഒപ്പം തന്നെ പുതിയ മന്ത്രിസഭയുടെ ചർച്ചകളും അതിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങുകളിലും ഒക്കെ തന്നെ തലസ്ഥാനം നീങ്ങുകയാണ്. പുതുവർഷത്തെ വരവേൽക്കുന്നതോടൊപ്പം തന്നെ പുതിയ മാറ്റങ്ങൾക്ക് കൂടിയായിരിക്കും വരും ദിവസങ്ങൾ തലസ്ഥാനവും രാഷ്ട്രീയ കേരളവും വേദിയാകുക. ഉമേഷ്, എന്തായാലും ശാലിനി, എത്രയും വേഗം ശാലിനിക്ക് കേക്ക് മധുരമൊക്കെ കിട്ടട്ടെ എന്ന് കൂടി ആഗ്രഹിക്കുന്നു. വാർത്ത കണ്ട ആരെങ്കിലുമൊക്കെ ശാലിനിക്ക് ആ മധുരം എത്തിക്കുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നു. എന്തായാലും ശാലിനിക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു.